കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കിയത് രമേശ് പിഷാരടി ഈ കഴിഞ്ഞ 50 വർഷമായിട്ട് നാട്ടിലിറങ്ങി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണോ? അത് സിനിമയിൽ അഭിനയിക്കുന്ന ആൾ കാശുണ്ടാക്കുന്നു, അയാൾ ലക്ഷറി ലൈഫ് ജീവിക്കുന്നു, അയാൾ ഇടയ്ക്കിടയ്ക്ക് ചാനലിൽ വന്നിരുന്നിട്ട് കോൺഗ്രസിൻ്റെ വേദിയിൽ വന്ന് പങ്കെടുക്കുന്നു. അങ്ങനെ കോൺഗ്രസിൻ്റെ ഒരു സഹയാത്രിക എന്ന നിലയിൽ പുള്ളിയെ അവിടെ മത്സരിപ്പിക്കുന്നു. അല്ലാതെ പുള്ളി നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടാണ്? ഓക്കെ, രമേശ് പിഷാരടി എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് അഖിൽമാരാർ ചോദിക്കുന്നു. അപ്പൊ അഖിൽമാരാർ എന്തൊന്നും ചെയ്തിട്ടുണ്ട് ഇലക്ഷൻ നിൽക്കാൻ വേണ്ടി മാത്രം? രമേശ് പിഷാരടി ഒന്നും ചെയ്യുന്നില്ല. ലക്ഷറിയസ് ലൈഫ് കൊണ്ട് നടക്കുന്നു. സെലിബ്രിറ്റി ആയതുകൊണ്ട് ജയിക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാര് ഇലക്ഷൻ നിർത്തുന്നു. അപ്പൊ ഇയാളെന്തോന്ന് തെളിച്ചിട്ടാണ് ഇയാളെ പിടിച്ച് ഇലക്ഷൻ നിർത്തണമെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇയാളെന്തോ തെളിച്ചു? പറയുമ്പോ ഞാൻ ഭയങ്കര മറ്റും ബാക്കിയുള്ളവന്മാരെല്ലാം താഴെക്കടയിലുള്ളത്, ഞാൻ മാത്രം ഭയങ്കര വലുത്, ബാക്കിയുള്ളവര് ചെറുപ്പം. ഈ മനോഭാവം ആദ്യം എടുത്ത് മാറ്റിക്കുക. 8 നിലയെ പൊട്ടും. ഞാൻ ഏതോ കൊമ്പത്തുനിന്ന് ഇറങ്ങി വന്നതാണ്, ബാക്കിയുള്ളവരെല്ലാം വേരിന്റെ താഴെ കിടക്കണമെന്ന് ഉള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 നിലയിൽ പൊട്ടും. അല്ലെങ്കിലും പൊട്ടും. അത് എന്ത് വിചാരിച്ചാലും പൊട്ടും. രാഷ്ട്രീയം ഫേസ്ബുക്കിൽ വന്നിട്ട് ഏതെങ്കിലും വിഷയത്തിനെ കുറിച്ച് താത്വിക അവലോകനം നടത്തിയെന്നുള്ളതാണ് രാഷ്ട്രീയം ഇലക്ഷൻ എന്നതിനെ ജയിക്കത്തില്ല. കാരണം ഒരു സെലിബ്രിറ്റി 3 തവണ ഇറന്നിട്ടാണ് തൃശ്ശൂരെടുത്ത് കൈ കൊടുത്തത്. അറിയാലോ, 3 തവണ ഇറന്നിട്ടാണ് തൃശ്ശൂരെടുത്ത് കൈ കൊടുത്തത്. അപ്പൊ ഇയാളൊരു 5 തവണയെങ്കിലും ചിലപ്പോൾ ഇറക്കേണ്ടി വരും. പുള്ളിക്ക് എന്തെങ്കിലും കേസുണ്ടോ? പുള്ളി ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇറങ്ങി ഈ നാട്ടിലൊരു പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടോ? അപ്പോൾ ഈ ചോദ്യം എന്നോടല്ല ചോദിക്കേണ്ടത്, അങ്ങനെയുള്ള ആൾക്കാരുടെ ചോദിക്കണം. ഇതിൽ ആദ്യം തന്നെ പറയുന്നു, രമേശ് പിഷാരടി കോൺഗ്രസിന്റെ എന്തൊക്കെ പരിപാടിയിലൊക്കെ പോയി പങ്കെടുത്തത് കൊണ്ടായിരിക്കാം പുള്ളിക്കാരനെ പിടിച്ച് ഇലക്ഷനെ എത്തുന്നതെന്ന് അഖിൽമാരാർ പറയുന്നു. ചിലപ്പോ അയാൾ ചിലപ്പോ ഒരു കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്നിരിക്കൂലേ? ഇയാൾക്ക് അറിയാത്തതാണെങ്കിലോ? അയാളുടെ രാഷ്ട്രീയം അയാളുടെ വ്യക്തിപരമായ ഒരിതാണ്, പേഴ്സണൽ മാറ്റർ ആണെന്ന് വിചാരിച്ചാൽ അയാൾ അത് പുറത്ത് കാണിക്കാതിരുന്നതാണെന്നുണ്ടെങ്കിലോ? നാടുകൾ ഇയാളെ കണക്ക് മണ്ടത്തിലും മുടങ്ങി ഞാൻ ചാണകമാണെന്ന് വിളിച്ചുകൊണ്ട് കിടക്കണോ? അതൊക്കെ രമേശ് പിഷാരടിയുടെ ഇഷ്ടമല്ലേ? അയാള് കാണിക്കുക എന്ത് വെച്ചാ ചെയ്യുന്നത് അയാളുടെ ഇഷ്ടമാണ്. ചിലപ്പോൾ അയാൾ വെളിയിൽ കാണിക്കാത്തതാണെങ്കിലോ? അയാൾക്ക് വെളിയിൽ കാണിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അയാൾ പരസ്യമായിട്ട് കാണിക്കാത്തതാണെന്നുണ്ടെങ്കിലോ കറക്റ്റ് സമയം വന്നപ്പോൾ അയാൾ നിന്നു. അയാൾ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നിരിക്കാം, ആവാതിരിക്കാം. ഇയാളെ വ്യൂ പോയിന്റ് വെച്ചിട്ട് അയാൾ രാഷ്ട്രീയ പ്രവർത്തകനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവോ? മാലാരെ ഇയാൾ പറയുന്നതാണോ മൊത്തം വേദവാക്യം? ഇതെന്തുവാണ് ഇത്? ചിലപ്പോൾ രമേശ് പിഷാരടി രാഷ്ട്രീയ പ്രവർത്തകനായിരിക്കാം, സജീവ പ്രവർത്തകനായിരിക്കാം പുള്ളിയുടെ നാട്ടില്, അല്ലെങ്കിൽ ആ പാർട്ടിയിൽ രാഷ്ട്രീയ പ്രവർത്തകനായിരിക്കാം. കോൺഗ്രസിൽ അയാൾ സജീവമായിട്ടുണ്ടോ ഇല്ലയോ എന്ന് NDAയിൽ ഇലക്ഷൻ ഇരിക്കുന്ന അഖിൽമാരാർ പറയുന്നതിൽ എന്ത് ലോജിക്കാണ്? എന്താണ് ലോജിക്ക്? മനസ്സിലാവില്ല മാരാ.